അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഉണ്ടായിരുന്നു. വിവിധ വശങ്ങൾ ഇതിൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥികളും ഗവർണറും യാതൊരു അനുനയത്തിനും തയ്യാറില്ല. നമ്മൾ കണ്ടത് തന്നെയാണ്, ബാനറുകൾ വെക്കുന്നു, അത് അഴിപ്പിക്കുന്നു, വീണ്ടും വെക്കുന്നു, ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഈ ചടങ്ങ് നടക്കാനിരിക്കുന്നു. കൂടുതൽ പ്രതിഷേധങ്ങൾക്കാണോ SFI പദ്ധതിയിടുന്നത്? ഗവർണറുടെ ഒരു നീക്കം എന്തായിരിക്കും? ക്രിസ്റ്റീന, ഗവർണറുടേത് അസാധാരണ നീക്കം. SFIയുടെ സംസ്ഥാന നേതൃത്വം പോലും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഗവർണർ ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ ക്യാമ്പസിനകത്തേക്ക് ഇനി ഗവർണറെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലേക്ക് SFI എത്തിയിരിക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ അല്പസമയം മുമ്പ് പറഞ്ഞത്, നമുക്ക് ഇനി ക്യാമ്പസിനകത്തേക്ക് ഗവർണർ കയറുമോ എന്നൊന്ന് നോക്കാമെന്നാണ്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിയുടെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിന്റെ എൻട്രൻസിന്, കവാടത്തിന് സമീപം വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അതിന് തൊട്ട് പുറകുവശത്താണ് ഈ സെമിനാർ നടക്കുന്ന EMS സെമിനാർ കോംപ്ലക്സ് ഉള്ളത്. അതിന്റെ തൊട്ട് പുറകിലാണ് ഈ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് ഉള്ളത്. എന്തായാലും ഇതിനകത്തേക്ക് പ്രവർത്തകർ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവുമായി എത്താൻ സമ്മതിക്കാത്ത രീതിയിൽ പോലീസ് വലിയൊരു രീതിയിലുള്ള സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1300-ലധികം പോലീസുകാർ ഇവിടെ ഇന്നിപ്പോൾ സുരക്ഷയ്ക്കുണ്ട്. അതുകൂടാതെ ബറ്റാലിയൻ ഉണ്ട്. എന്തായാലും 2000-ലധികം പോലീസുകാരെ ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നു, ആസൂത്രണം ചെയ്യുന്നു. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഈ സർവകലാശാലയുടെ 4 ഭാഗത്തു നിന്നും SFIയും AISFും പ്രതിഷേധമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഗവർണർ വരുന്ന വഴിയിലോ ഈ സഞ്ചരിക്കുന്ന ഭാഗത്തോ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ജാഗ്രതയും പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട്. ശക്തമായ സുരക്ഷയാണ് ഈ പ്രദേശത്ത്, പ്രധാന കവാടത്തിൽ ഉൾപ്പെടെ ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ആ സെമിനാർ നടക്കുന്ന ആ സ്ഥലത്ത് പോലും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. 2 മണിയോടുകൂടി പാസ് സംവിധാനത്തോടുകൂടി അതിൽ സെമിനാറിൽ പങ്കെടുക്കാനുള്ള ആളുകൾ അകത്തേക്ക് കയറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന, ശരി, തികച്ചും അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്കാണ് കോഴിക്കോട് നഗരവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസും ഒക്കെ പോകുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന് വിദ്യാർത്ഥി സംഘടനയും ഗവർണറും ഒരേപോലെ പറയുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവശ്യമില്ല, സർക്കാരിനെതിരെ ഒരു വെല്ലുവിളിയെന്ന മട്ടിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവശ്യമില്ല, താൻ കോഴിക്കോട് നഗരത്തിലൂടെ ഇറങ്ങി നടക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ മാനാഞ്ചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ. എന്താണ് അവിടെ ഉണ്ടാകുന്ന സാഹചര്യമെന്നറിയില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എന്തായാലും ഇത് സംബന്ധിച്ച് യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല. ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സംഘം അവിടെ ഉടനെ എത്തിച്ചേരും മാനാഞ്ചിറയിൽ. വൈകുന്നേരം ഗവർണറുടെ ഔദ്യോഗിക പരിപാടിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കും. ഇതിനായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അടക്കം വലിയ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. സർക്കാരിനെതിരെ ഇന്നും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. പോലീസ് സേന കേരളത്തിൻ്റേത് വളരെ നല്ല പോലീസ് സേനയാണ്, കർത്തവ്യ നിർവഹണത്തിൽ മികവ് തെളിയിച്ചവരാണ്. പക്ഷേ പോലീസുകാർ അനുസരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മാത്രമാണ്. ക്യാമ്പസിലെ ബാനറുകൾ സംരക്ഷിച്ചത് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് സേന നിലവിൽ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇതുകൊണ്ടൊന്നും തന്നെ ഭയപ്പെടുത്താനാകില്ല എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പറഞ്ഞത്. അതേസമയം തന്നെ ഗവർണറെ ക്യാമ്പസിലേക്ക് കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളിയിൽ SFI മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇരു ഭാഗത്തു നിന്നും വെല്ലുവിളിയുടെ സ്വഭാവമുള്ള പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ഇപ്പോൾ മാനാഞ്ചിറയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെയും വലിയ സുരക്ഷാ സന്നാഹമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരോടോ പോലീസ് സംഘത്തോടോ യാതൊരു വിധത്തിലുള്ള അറിയിപ്പും നൽകിയിട്ടില്ല.